യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നാലല്ലേ അവന്റെയും അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ പദ്ധതി നടക്കൂ. നന്ദൻ എന്തൊക്കെയായി പറയുന്നേ? അമ്മ, ഞാൻ പറഞ്ഞു കേക്ക്. ഞാൻ വെറും പോട്ടനാണെന്ന് അവർ കരുതുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ അല്ലെന്ന് ഉടനെ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. നന്ദ, ആനന്ദ് അവിടെ ഒന്ന് വല്ല വഴക്കുണ്ടാക്കിയോ? വഴക്കിടാൻ പോയിട്ടേ സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. പറ നന്ദ. എന്റെ മകളെ ആ വീട്ടിലിട്ട് നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓ, നന്ദൻ എന്തൊക്കെയായി പറയുന്നേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഇങ്ങനെ സംസാരിക്കുന്ന നന്ദനെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. വേറൊരു നന്ദനുണ്ട്, അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത മറ്റൊരു നന്ദൻ. അതിനുള്ള അവസരം ഉണ്ടാകരുത്. ഇല്ല നന്ദ, അനുമോൾക്ക് ഒന്നും വരില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒന്നും വരില്ല, അത് ഉറപ്പാ. അമ്മയുടെ ഉറപ്പിനൊക്കെ എന്ത് വിലയാ ഉള്ളത്? അമ്മയോട് ഉള്ളപ്പോ തന്നെയല്ലേ അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. നന്ദ, അത് നിങ്ങളുടെ പേരക്കുട്ടി അർജുൻ വലിയ വക്കീലാണെന്നുള്ള ഭാവം ഉണ്ടാവും. എന്നാൽ അവന്റെ വയസ്സിന്റെ പ്രായമുണ്ട്, എന്റെ വർക്കിംഗ് എക്സ്പീരിയൻസിന്. അത് അമ്മ അവനെ ഓർപ്പിച്ചത്. അധികം കാലം അനുവിനെ അവന്റെ അധീനതയിലൊന്നും വെക്കാൻ പറ്റില്ല. അരുണിമയെ അവിടെ തടവിൽ പാർപ്പിക്കാനും പറ്റില്ല. എന്റെ ഭാര്യയും മകളെ എന്നോടൊപ്പം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുവരെ ഇനി ആ വീട്ടിൽ നിന്നും കുശലാന്വേഷണമായി ആരും ഇങ്ങോട്ട് വരണ്ട, അമ്മ ഒഴികെ. അമ്മയ്ക്ക് മനസ്സിലായല്ലോ? അത് പറയാൻ കൂടെ ഞാനിപ്പോ വിളിച്ചത്. നീ പറഞ്ഞത് ശരിയാ മധു. ആനന്ദ് ഇവിടെ നിന്ന് പോയത് എല്ലാം പറഞ്ഞു തീർക്കാനല്ല. അവരുടെ ഉദ്ദേശം നീ പറഞ്ഞതുപോലെ മറ്റു ചിലതാ. അത് നന്ദന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ,